ഇത് ഫുൾ 2 പീസിൻ്റെ ഫുൾ ലേഡീസ് ആയിരിക്കും ഈ ഏരിയയിൽ മൊത്തം. എന്നിട്ട് ആൾക്കാരെ ഇങ്ങനെ വിളിക്കല്. അപ്പോൾ അതെ ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഈ നാനാ പ്ലാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18+, അതായത് അഡൽട്സ് ഓൺലി സ്ഥലമാണ്. കഞ്ചാവും ലഹരിയും സെക്സും നടക്കുന്ന ഒരു സ്ഥലമാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ നാനാ പ്ലാസയുടെ ഉള്ളിൽ കയറി വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ ഫേസ് വെച്ചിട്ട് എന്റെ ബാക്കിൽ ഇങ്ങനെ തട്ടി. അവര് അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തോണ്ടിരിക്കണം സ്ഥലമാണ്. എല്ലാവർക്കും നമസ്കാരം, ടിഫിൻ ബ്ലോഗ്സ് ആണ്. ഇന്നലെ രാത്രി തായ്ലൻഡിലെ ഒരു ചുവന്ന തെരുവിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാരും പട്ടായ പോകുന്നുണ്ട്. എന്തിനാണ്? നൈറ്റ് ലൈഫും പിന്നെന്താ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ബാങ്കോക്കിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടെ 18+, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. ആ ഒരു സ്ഥലത്തേക്കാണ് പോണേ. ബാങ്കോക്കിൽ ആ സ്ഥലത്ത് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇടി കിട്ടണ വഴി അറിയില്ല. കുറച്ച് വലിയ ഡേഞ്ചർ ഏരിയ ആണ്, പക്ഷെ ശ്രദ്ധിച്ചാൽ തടി തപ്പം. ഇതാണ് ആ സ്ഥലത്തിന്റെ പേര്, നാന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്താം. നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ വെറുതെ ഗൂഗിളിൽ കയറി നാനാ പ്ലാസ എന്നൊന്ന് അടിച്ചു നോക്ക്. അപ്പൊ അറിയാം ആ സ്ഥലത്തിന്റെ പ്രത്യേകത. നമ്മൾ ആ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എടുക്കാൻ എനിക്ക് കുറെ രീതിയിൽ ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ ഞാൻ എടുക്കാണ്. കാരണം ഇടി കിട്ടുന്ന വഴി ഏതാണെന്നറിയില്ല. നമ്മുടെ ഈ സൈഡുകളിലെല്ലാം ആഫ്രിക്കൻസും ഇതുപോലത്തെ പെൺപിള്ളേരെല്ലാവരും നിൽക്കും. ഈ നാനാ പ്ലാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18+, അതായത് അഡൽട്സ് ഓൺലി സ്ഥലമാണ്. കഞ്ചാവും ലഹരിയും സെക്സും നടക്കുന്ന ഒരു സ്ഥലമാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ നാനാ പ്ലാസയുടെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. നാനാ പ്ലാസ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ യൂട്യൂബിൽ എല്ലാവരും ചെയ്തേക്കുന്നത് ഈ റോഡാണ്, ഞാൻ ഇപ്പം നടക്കുന്ന റോഡ്. അതല്ല, നാനാ പ്ലാസ എന്ന് പറഞ്ഞ സാധനം ഒരു ലോക. ഞാൻ എന്റെ കിളി പോയി. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ലോകമാണെന്ന്. നമ്മൾ കുറെ സിനിമയിൽ കണ്ടില്ലേ, പോൾ ഡാൻസ് കാര്യങ്ങളെല്ലാം. അമ്മാരി അവസ്ഥ. എന്റെ പൊന്നെ, ഓഫ്, വേറെ ലോകം. അതിന്റെ ഉള്ളിൽ ഞാൻ 3 നിലയാണ്. വെറുതെ കയറി ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി. കാരണം ആ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ പോൾ ഡാൻസ് കാണാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മദ്യം വാങ്ങിക്കണം. ഞാൻ കുടിക്കാത്തൊരു വ്യക്തിയാണ്. കുടിക്കാത്ത വ്യക്തി ആയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പൈസ പോകും. എനിക്ക് പൈസ കൊടുക്കാൻ താല്പര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഞാനത് അവിടെ ഇങ്ങനെ ചുറ്റി എന്താണ് കണ്ടു. ഇത് നമ്മുടെ വേൾഡിലുള്ള ഒരു ലോകം തന്നെയാണ്. ഓ എന്റെ പൊന്നെ, അവിടെ ഒന്നും നമ്മൾ ഫോണേ എടുക്കാൻ പറ്റില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പൊക്കും. അമ്മാരി അവസ്ഥ. ഫോണൊന്നും എടുക്കാൻ പാടില്ല, ഒന്നുമേ എടുക്കാൻ പാടില്ല, ഒന്നുമേ എടുക്കാൻ പാടില്ല. എന്റെ പൊന്നു ഗൈസ്, ഞാൻ ആ വീഡിയോ എടുക്കുമ്പോ എന്റെ മേത്ത് വന്ന് ഒരാൾ തട്ടണ കണ്ടില്ലേ? അവിടെ ഭയങ്കര ഡേഞ്ചറാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വീഡിയോ എടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞു. അതാണ് ഞാൻ കട്ട് ചെയ്തേ. അല്ലെങ്കിൽ കൂടുതൽ ബാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സീനാ ഭയങ്കര. പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. നമ്മളെന്തിനാണ് ഒരു ട്രിപ്പിന്റെ ഇത് കളയണേ? ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, താഴത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഫോണിൽ താഴത്തെ പിടിച്ചേക്കുന്ന എനിക്ക് താഴത്തെ എടുക്കാൻ പറ്റുള്ളൂ. മുകളിലേക്ക് പൊങ്ങി കഴിഞ്ഞ് ഇവിടെ വന്ന് ഇട്ടിയും ബഹള. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ താഴത്തേക്ക് പിടിച്ചേക്കണേ. ഇത് മുകളിലേക്ക് പൊക്കാനേ പാടില്ല. അമ്മാരി ഡേഞ്ചർ ഏരിയ. ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ ഏരിയ. കാല് മാത്രമേ കിട്ടുള്ളൂ. നാനാ പ്ലാസയുടെ തൊട്ടടുത്ത് ഒരു അറബ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഇത് മൊത്തം അറബികളുടെയാണ്. അടിപൊളി കുറെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാമായിട്ട്. നാനാ പ്ലാസ അതുപോലത്തെ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ വേറൊരു ലോകം. നമുക്കൊന്നും പറ്റാത്തൊരു ലോകം. പൊന്നെ, ഇവിടെ കിട്ടിയില്ല. നല്ല ഷോപ്പിംഗ് സെന്റേഴ്സും എല്ലാം ഉള്ള, ഫുഡും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു അടിപൊളി സ്ഥലം കേട്ടോ. കിട്ടിലൊന്നും പറയാനില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ അറബ് സ്ട്രീറ്റ്. നല്ല വൃത്തിയുണ്ട്. ശരിക്കും ദുബായിൽ എങ്ങനെ പോയാൽ അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അറബികളും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ ഉണ്ട്, ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ലൈവായിട്ട് കിട്ടുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കഴിക്കുക. ഇവിടെ ബൊമ്മക്കുട്ടികളെല്ലാം വിൽക്കുന്നുണ്ട്. ഇത് നല്ല ഓർഗനൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ വെച്ചേക്കുന്നത്. ഫുഡ് സ്ട്രീറ്റ് ആണെങ്കിലും എല്ലാം അടിപൊളി. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ, ഊത് മലബാറി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മലയാളിയുടെ ഒരു കടയാണ്. പിന്നെ അവിടെ കുറെ സ്കാമേഴ്സ് ഉണ്ട്. നിങ്ങളുടെ വയറ് കൂടുതലാണ്, നിങ്ങൾ മെലിഞ്ഞിട്ടാണ്, നിങ്ങൾക്കൊരു മരുന്ന് തരാം, അത് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ സ്കാമേഴ്സ് ഇവിടെ ഉണ്ട്.
ഒന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ കാണാൻ പോരാ. പിന്നെ അവിടുന്ന് മദ്യപിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. മദ്യം കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ കുറേ സ്ഥലത്തുണ്ട്, അവിടെ പോയി മദ്യം കുടിക്കാൻ വരാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറി മദ്യം കുടിച്ചാൽ പണി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവും, നിങ്ങളുടെ കുടുംബത്തിന് പോവും, അല്ലാതെ വേറെ ആർക്കും പോകാനില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അതായത് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് അല്ല, നാനാ പ്ലാസ് ഒന്ന് ഗൂഗിളിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്, എത്രത്തോളം ഡേഞ്ചറാണ്. ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും ഇവിടെ വ്ളോഗ് എടുക്കാനോ ഒന്നും നിൽക്കില്ല. എന്റെ മുഖം തന്നെ കാണിക്കുന്നത് മറ്റുള്ളവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാ. നാനാ പ്ലാസയുടെ തൊട്ടടുത്ത് കുറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളല്ലാണ്ട് ഇവിടെ മൊത്തം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഫാർമസി, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. ഇവിടെ കഞ്ചാവ് ഷോപ്പും കാര്യങ്ങളല്ലാണ്ട് മസാജ് സെൻറ്റർ കാര്യങ്ങളല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. പിന്നെ ഇവിടെ മിഠായി. ഓൾ തായ്ലൻഡ് ഇങ്ങനെയല്ല, അത് ഞാൻ ഇപ്പോഴും പറയുന്നു. തായ്ലൻഡ് ഇതല്ല ശരിക്കും തായ്ലൻഡ്. ഞാൻ മുമ്പത്തെ വ്ളോഗിൽ കാണിച്ചില്ലേ ഒരു മാർക്കറ്റിൽ ലേഡീസ് ഒക്കെ മറിക്കുന്നത്, അതാണ് റിയൽ തായ്ലൻഡ്. ഈ വഴി പോകുമ്പോൾ മൊത്തം കഞ്ചാവിന് വേണം കേട്ടോ. ഇവിടെ കഞ്ചാവ് ലീഗലാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഈ ഓട്ടോറിക്ഷയ്ക്ക് നോക്കിയേ എന്ത് അടിപൊളിയാണ് നോക്കിയേ. ഈ വഴി പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കോൾ ഗേൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. കോൾ ഗേളാണ് നിൽക്കുന്നത്. ഇവിടെ ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളാണ്. അടിപൊളി ഏരിയ ഉണ്ട്. ഇവിടെ ഓരോ സെക്ഷനായിട്ടാണ്, മനസ്സിലായ. മറ്റേ പരിപാടി പബ്ബിങ്ങും ക്ലബിങ്ങും ഒക്കെ വേറെ സെക്ഷൻ, ഫുഡിങ് വേറെ സെക്ഷൻ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് വേറെ സെക്ഷൻ, പിന്നെ പെർഫ്യൂംസ് വേറെ സെക്ഷൻ, അങ്ങനെയൊക്കെയാണ് സംഭവം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമില്ല. ഒന്നാമത്തെ തന്നെ ഞാൻ ഇന്നലെ ഒരു കഞ്ചാവിൻ്റെ മണം അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി ഒരു കടയായിട്ട് ഞാൻ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളത് അറിയാൻ വേണ്ടി. അവരെന്നെ ഒന്ന് മണപ്പിച്ചു. പൊന്നേ, ഇത് തലേമടിച്ചു പോയേ, മനസ്സിലായില്ലേ. അവർ പറഞ്ഞ നിങ്ങൾ വലിക്കില്ലല്ലേ എന്ന് ചോദിച്ചാൽ. ആ മണത്തപ്പം എൻ്റെ റിയാക്ഷൻ നിങ്ങൾ വലിക്കില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വലിക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കില്ലേ എന്ന് പറഞ്ഞു. വലിക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു പറഞ്ഞേ. കണ്ടില്ലേ ഇന്നലത്തെ അവസ്ഥ അതായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫേസ് വെച്ചിട്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ തട്ടി. അവരവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കണം സ്ഥലമാണ്. ഞാൻ വിചാരിച്ചു ഇത് അത്രയും വലിയ പരിപാടി കാര്യങ്ങളൊന്നുമല്ല, ഇങ്ങനെയുണ്ട്. പക്ഷെ ഇത് ഞാൻ ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു, ഔട്ട് ഓഫ് മൈൻഡ്. എനിക്കൊന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് സോയ കൗബോയ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് ഈ സമയം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. രാത്രി അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ നാനാ പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലം, നാനാ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. സൗ കൗബോയ് വരുന്നത് അശോക് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇത് രണ്ടും ഒന്ന് കാണേണ്ടതാണ്. നമ്മുടെ വേൾഡിലുള്ള ഒരു ലോകം തന്നെയാണ്. ഇവിടെ BYDയുടെ ഷോറൂം കുറേ ഉണ്ട് കേട്ടോ. ചൈനീസ് മോഡൽ വണ്ടികൾ ഭയങ്കര അധികമുണ്ട്. പിന്നെ അമേരിക്കൻ മോഡൽ വണ്ടികൾ ഇവിടെ കുറേ ഉണ്ട്. ഇങ്ങനത്തെ ഒരു വലിയൊരു സ്ട്രീറ്റിലാണ് ഈ നാനാ പ്ലാസ പോലത്തെ സ്ഥലം. സൗ കൗബോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നാനാ പ്ലാസയിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇട്ടിയ അമ്മാരി അവസ്ഥയാണ്. അതായത് നാനാ പ്ലാസ ഞാൻ നടക്കുന്ന ഒരു റോഡുണ്ട്, അതല്ല, അതിൻ്റെ ഉള്ളിലൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം കാണിച്ചാൽ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളും മൊത്തമാണ്. ഇതാണ് സോ കൗബോയ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മദ്യപിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയല്ല രാത്രി ഇവിടുത്തെ അവസ്ഥ രാത്രിയുടെ ഫുള്ളും ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് വേറൊരു മൂഡാണ്. ഇത് ഫുൾ 2 പീസിൻ്റെ ഫുൾ ലേഡീസ് ആയിരിക്കും ഈ ഏരിയയിൽ മൊത്തം. എന്നിട്ട് ആൾക്കാരെ ഇങ്ങനെ വിളിക്കല്. അതെന്ന് വെച്ചാൽ ഇതൊരു വൈബിങ് ഏരിയ ആണ്. വന്ന് മദ്യം കഴിക്കണവർക്ക് മദ്യം കഴിക്കാം, മദ്യം കഴിക്കാണ്ടവർക്ക് മദ്യം കഴിക്കണ്ട, അങ്ങനത്തെ ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. വ്ളോഗിങ് I am a YouTuber. Okay, vlogging. Okay. This is casual bar. Casual bar drinking. ഇവിടെയാണ് ബാറും കാര്യങ്ങളെല്ലാം ഉള്ളത്. Like what time it's starting? Now starting. Okay. Start 4 PM until 3 AM. Okay. Welcome everyone. Hi, say hi. Okay. ഈ സ്ട്രീറ്റ് ഇപ്പോൾ ഉറങ്ങിക്കിടക്കാണ്. ഇതല്ല ശരിക്കുള്ള സ്ട്രീറ്റ്. അത് രാത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ സ്ട്രീറ്റ് എന്താണ്. ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഈ 5 മണി സമയത്ത് വന്നത്. ഈ 5 മണി സമയത്ത് ഇവിടെ ഓണായിരിക്കില്ല. നമ്മളിനിയിൽ ഒരു വിയേർഡായിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിനി പോകാൻ നിൽക്കണേ. അപ്പോൾ അതേ ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇതാണ് മാർക്കറ്റിംഗ്. ഇതിനാണ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്.
അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി സംഭവം. എങ്ങനെയാണ് ഒരു ഹോട്ടൽ മാർക്കറ്റ് ചെയ്യണേന് ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ. നല്ല രസാട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാലക്കുടി ബൈ.